അപ്പോൾ മറ്റൊരു പുതിയ വീഡിയോയ്ക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്ന് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കുറച്ച് ജ്വല്ലറി ഐറ്റംസ് ഉണ്ട് കേട്ടോ. അപ്പോൾ ഞാൻ വിചാരിച്ച കാട്ടിത്തരാം. ഞാൻ നാട്ടിൽ നിന്ന് മേടിച്ചു കൊണ്ടതാണ്. അപ്പോൾ എന്തായാലും അത് ഞാൻ ഇങ്ങനെ കുറച്ച് വീഡിയോസിലും കാര്യങ്ങളൊക്കെ ഇടുന്നുണ്ട്. അപ്പോൾ എന്തായാലും നിങ്ങൾക്കും കൂടി കാട്ടിത്തരാമെന്ന് വിചാരിച്ചു. പിന്നെ മേക്കപ്പ് ഐറ്റംസും കാര്യങ്ങളൊക്കെ വേറെ മേടിച്ചതുണ്ട്. അത് വേറൊരു ഹോൾ വീഡിയോ ആയിട്ട് ചെയ്യാം കേട്ടോ. അപ്പോൾ ഇത് ഞാൻ കുട്ടി കുട്ടി സംഭവങ്ങളൊക്കെ വേറെ എക്സ്ട്രാ സംഭവം മേടിച്ചിട്ടുണ്ട്. ഇത് ഇതൊക്കെയാട്ടോ, ഇങ്ങനത്തെ ബണ്ണും കാര്യങ്ങളും അതൊക്കെ ഞാൻ മേടിച്ചിട്ടുണ്ടായിരുന്നു ഇങ്ങനെ വീഡിയോസൊക്കെ ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പോൾ കുറച്ച് മാലയൊക്കെ ഞാൻ ഓൾറെഡി യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നു. യൂസ് ആക്കാത്തതും കാട്ടിത്തരാം കേട്ടോ. അപ്പോൾ ഇതാട്ടോ, ഇത് ഞാൻ വേറെ നിങ്ങളൊരു ബ്ലാക്ക് കളറുള്ള സാരിയിലുള്ള വീഡിയോയിൽ കണ്ടിട്ടുണ്ടാവും. ഇതാട്ടോ ജ്വല്ലറി. ഇതൊക്കെ ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. ഒരു ചോക്കർ ആട്ടോ, ഫുള്ള് എല്ലാതും ചോക്കർ ടൈപ്പ് ഉള്ളതാണ്. അപ്പോൾ ഓക്സിഡൈസ്ഡ് ആയിട്ടുള്ള ഒരു ചോക്കറാണ്. പിങ്ക് കളർ ഇങ്ങനെ റൂബി പോലെയായിട്ട്. ഇത് അടിപൊളിയാട്ടോ. എനിക്കിത് ഇട്ടപ്പോൾ ഭയങ്കരമായിട്ട് ഇഷ്ടമായി. നല്ല രസമുണ്ട്. മിക്ക ഇതിപ്പോൾ ഈ ബ്ലാക്ക് സാരി അങ്ങനത്തെ ഒക്കെ സാരികൾ ഇടുമ്പോൾ നമുക്കിങ്ങനെ ഗോൾഡൻ കളർ അതൊന്നും അധികം ചേരില്ല. എനിക്ക് പേഴ്സണലി അങ്ങനെയാട്ടോ തോന്നാറ്. അപ്പോൾ അങ്ങനത്തെ ഇതിപ്പോൾ ഇതിനാണെങ്കിലും ഇത് മാച്ചാട്ടോ. കണ്ടോ, ഇത് നല്ല പെർഫെക്റ്റ് മാച്ചാണ്. ഇങ്ങനത്തെ സാരികൾക്കൊക്കെ ഇത് നല്ല മാച്ചാണ്. നമുക്ക് വേറെ എന്താ പറയുക, ജ്വല്ലറിയുടെ ആവശ്യം നോക്ക്. എനിക്ക് ജ്വല്ലറി ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു കേട്ടോ. ഇതിന് മാച്ചിങ് ആണ്. അപ്പം ഞാൻ വിചാരിച്ചു ബ്ലാക്ക് ഡ്രസ്സുകൾ 2-3 ബ്ലാക്ക് സാരികളൊക്കെ എടുത്തിട്ടുണ്ട്. അപ്പം അങ്ങനത്തെ ഇത് ഇടാൻ പറ്റിയത് നോക്ക്. ഇതിനാണെങ്കിലും പെർഫെക്റ്റ് നല്ല മാച്ചാട്ടോ. അടിപൊളിയാണ്. ഇയറിങ്സ് ആണെങ്കിലും ഓക്സിഡൈസ്ഡ്. ഇതിന് അധികം റേറ്റ് ഒന്നുമില്ല കേട്ടോ. ആകെ ഇത് 350 ആയിട്ടുള്ളൂ കേട്ടോ. മീഷോയില് ഞാൻ ഇത് ശരിക്കും ഞാൻ മേടിക്കണേക്കാട്ടും മുന്നേ മീഷോയില് ഞാൻ ഒരു 2-3 ജ്വല്ലറീസ് ഒരുമിച്ച് ഒരു 300 രൂപയ്ക്ക് 3 ജ്വല്ലറി നോക്കി വെച്ചതായിരുന്നു. ബട്ട് ഇങ്ങോട്ട് പെട്ടെന്ന് വരണോണ്ട് എനിക്ക് അത് മേടിക്കാൻ പറ്റിയില്ല. ബട്ട് ഏറ്റവും നല്ല കാര്യം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അതിനെക്കാട്ടും അടിപൊളി കേട്ടോ. അതധികം എല്ലായിടത്തും കാണുന്ന ഒരു മോഡലാണ്. പ്രത്യേകിച്ച് പുതുമയോ കാര്യങ്ങളോ ഒന്നുമില്ല. ബട്ട് ഇത് എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടിട്ട്. നമ്മള് സ്റ്റോറിൽ നിന്ന് ലോക്കലായിട്ട് നമ്മൾ പുറത്ത് ജ്വല്ലറി ഷോപ്പിൽ നിന്ന് മേടിക്കുന്നത് കേട്ടോ. കണ്ടോ, എനിക്കിത് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. അപ്പോൾ ഇതാട്ടോ ഫസ്റ്റ് ജ്വല്ലറി. നിങ്ങൾക്ക് ഏതാ ഇഷ്ടമായെന്ന് ജസ്റ്റ് ഒന്ന് കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്തോളൂ കേട്ടോ. ഇനി അടുത്തത് നമുക്ക് നോക്കാം. അടുത്തത് പിന്നെ നിങ്ങൾ വേറൊരു ജ്വല്ലറി ഞാൻ ഇവിടെ നിന്ന് ദുബായിൽ നിന്ന് ഞാൻ ഒരെണ്ണം മേടിച്ചത് നിങ്ങൾ കണ്ടിട്ടുണ്ടോയെന്ന് അറിയില്ല. ഞാനിങ്ങനെ മേക്ക് ഓവർ വീഡിയോയിൽ ഇട്ടിട്ടുണ്ടായിരുന്നു. ഞാൻ കൂടുതലും എൻ്റെ റീൽസ് കാര്യങ്ങളൊക്കെ ഇൻസ്റ്റാഗ്രാമിലാണ് പോസ്റ്റ് ചെയ്യാറ്. അപ്പം അതിൽ നോക്കിയാൽ കാണാൻ പറ്റും കേട്ടോ. പിന്നെ ഞാൻ ഇവിടെ നിന്ന് ടെമൂന്ന് മേടിച്ചതാട്ടോ. ഇതിപ്പോൾ കാണാത്തവർക്ക് ഉണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് കാട്ടിത്തരാൻ വേണ്ടിയിട്ട് ഒരു അടിപൊളിയാട്ടോ. എനിക്കിത് ഭയങ്കരമായിട്ട് ഇഷ്ടമായി. ഇതിന് ഇവിടത്തെ ഒരു 32 അത്രയും ദിറംസ് ആയിട്ടുണ്ട് ഇതിന്. എനിക്ക് ഇത് കണ്ടപ്പോൾ ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. ഇതും അതെ കേട്ടോ, എല്ലാത്തിനൊപ്പം ചേരണ ഒരു പോലത്തെ ഒരു ഇതാണ്. ഇതിപ്പോൾ ഗോൾഡൻ കളർ ഡ്രസ്സാണെങ്കിലും അല്ലെങ്കിൽ ട്രഡീഷണൽ ആയിട്ടുള്ള വല്ല ഡ്രസ്സിനൊക്കെ ചേരാവുന്നതാട്ടോ. കണ്ട ഈ മാല എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. ഇങ്ങനെ പേളായിട്ട് ഇങ്ങനെ ഉള്ളതാട്ടോ. ഇത് ഞാൻ ഫിക്സ് ചെയ്തിട്ടില്ല. പേളായിട്ടുള്ളൊരു ഇതാട്ടോ. ഇത് ഇട്ടിട്ടിപ്പോൾ കാട്ടിത്തരാവേ. കുറച്ച് നാളായിട്ട് എൻ്റെ പേഴ്സണൽ ഫേവറേറ്റ് ഇങ്ങനത്തെ ഒക്കെ ആട്ടോ. മീൻസ് ഇങ്ങനത്തെ സാരീസ്, ഇങ്ങനെ ഒഴുകി കിടക്കുന്ന ടൈപ്പ് സാരീസും ഇങ്ങനത്തെ ഒക്കെ. ഞാൻ യൂഷ്വലി ഇങ്ങനത്തെ ഒക്കെ ഇട്ടെങ്കിൽ ഭയങ്കര മടിയാവാറുണ്ടായിരുന്നു. എനിക്ക് അങ്ങനെ ഇഷ്ടമില്ല. എനിക്ക് ഭയങ്കര സിമ്പിളായിട്ടുള്ള എൻ്റെ ഒരു ചെയിനും അങ്ങനത്തെ ഒരു സിമ്പിളായിട്ടുള്ള എൻ്റെ ഒരു ഇയറിങ്സ് മാത്രം ഇടാൻ ഇഷ്ടം. ഇപ്പം ഇങ്ങനെ വീഡിയോസ് ഇങ്ങനെ ചെയ്ത് തുടങ്ങിയപ്പോൾ എനിക്കിങ്ങനെ മാറി ഇങ്ങനെ ഓർണമെന്റ്സ് ആണെങ്കിലും കാര്യങ്ങളാണെങ്കിലും ഇങ്ങനെ ഇടാൻ എനിക്കിപ്പോൾ ഭയങ്കര ഇഷ്ടമാട്ടോ. അപ്പോൾ നിങ്ങൾ ഏതാ ഏറ്റവും കൂടുതൽ ഇഷ്ടമായിട്ടുള്ളതെന്നുണ്ടെങ്കിൽ ഏത് മാലയാണ് ഏത് കമ്മലാണ് കൂടുതൽ ഇഷ്ടമായെന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്ത് ഏതാട്ടോ. ഇങ്ങനെ അടിയിൽ ഇങ്ങനെ പേളിലൊക്കെ വന്നതുകൊണ്ട് നമുക്ക് എല്ലാ ഡ്രസ്സിനും സ്യൂട്ടാവട്ടോ. ഒരു ബ്ലാക്ക് മാത്രമല്ലല്ലോ, ഇതും ഒരു ഓക്സിഡൈസ്. ഇനി അടുത്തത് വരേണ്ടത് ഒരു ബ്ലൂ അല്ല ഗ്രീനും അല്ല എന്ന് പറഞ്ഞിട്ടുള്ള ഒരു പ്രത്യേക ടൈപ്പ് ഒരു കളറാട്ടോ. എനിക്കിതും ഭയങ്കര ഇഷ്ടമായി. ഇതെല്ലാതും ഓക്സിഡൈസ്ഡ് ഇത് ഓക്സിഡൈസ്ഡ് അല്ല ഓക്സിഡൈസ്ഡ് പോലത്തെ ജ്വല്ലറീസ് ആണ്. കംപ്ലീറ്റ്ലി ഓക്സിഡൈസ്ഡ് ആയിട്ടുള്ളതല്ല കേട്ടോ. ഇത് ഹാഫ് ആയിട്ട് ഇപ്പോൾ ഇത് ഇങ്ങനെ എന്താ പറയുക, പകുതി ഓക്സിഡൈസ്ഡ് ആണ്, ഫുള്ള് കംപ്ലീറ്റ്ലി അല്ല. പിന്നെ ഇവിടെ കുറച്ച് സ്റ്റോൺ വർക്കും കാര്യങ്ങളും ഒരു ബ്ലൂ കളറായിട്ട് ഇങ്ങനെ കൊടുത്തേക്കണേ.
ഇതും എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു കേട്ടോ. ഇതും നല്ല രസമുണ്ട്. അപ്പോൾ ഇങ്ങനത്തെ ഓരോ സാരി ആണെങ്കിലും അങ്ങനത്തെ നമ്മളിങ്ങനെ ഫ്രോക്കും കാര്യങ്ങളും, ഫ്രോക്കല്ല ഇങ്ങനെ സ്കേർട്ടും ടോപ്പുകളൊക്കെ ഇടുമ്പോൾ ഈ വക ജ്വല്ലറിയും കാര്യങ്ങളൊക്കെ നല്ല മാച്ചിങ് ആയിരിക്കും കേട്ടോ. അപ്പോൾ ഇത് വേറെ ഞാൻ പറഞ്ഞത് കേട്ടോ, ഇത് എനിക്കിഷ്ടമായി. ഇതിന് എന്താ പ്രത്യേകത എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ മിക്ക ഡ്രസ്സുകളുടെ ഒപ്പം നമുക്ക് നന്നായിട്ട് ചേരും കേട്ടോ. വേറെ ഒരു രീതിയിലേക്ക് ഇപ്പോൾ ഇതിപ്പോൾ റെഡ് സാരിയാണ് എടുത്തകണേ, ഈ റെഡ് സാരിയുടെ ഒപ്പം കൂടി ഇത് മാച്ചാവും. ഒരു എന്താ പറയുക, ഒരു കോൺട്രാസ്റ്റ് പോലെ ആയിട്ട് നല്ല ഭംഗിയുണ്ട് കേട്ടോ. എനിക്ക് ഭയങ്കര ഇഷ്ടമായി. ഇതിപ്പോൾ ഇപ്പോഴത്തെ ഒരു ട്രെൻഡ് എങ്ങനെയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ സെയിം കളറ്, മുന്നൊക്കെ ആയിരുന്നു സെയിം ഡ്രസ്സിന് സെയിം കളറ് ഓർണമെന്റ്സും കാര്യങ്ങളും ഒക്കെ ഇടല്ലേ. ഇപ്പം അങ്ങനെയൊന്നുമില്ല, ഇപ്പം നമുക്ക് മിസ് മാച്ച് ചെയ്തിട്ടൊക്കെ ഇടാം കേട്ടോ. അപ്പം എനിക്ക് ഇതിൻ്റെ കണ്ടോ നെക്ക് പീസ് ഇങ്ങനെ വന്നിട്ട് ഇതും നല്ല മാച്ചിങ് കേട്ടോ. ഇതിനാണെങ്കിൽ റേറ്റ് വന്നിരിക്കണത് ഇതുമ്മ ടാഗ് ഇരിക്കേണ്ടത് 390 കേട്ടോ. ഇതൊന്നും ഞാൻ ഇട്ടിട്ടേ ഇല്ല, ഒരു വീഡിയോസിൽ പോലും ഇട്ടിട്ടില്ല. അപ്പോൾ നിങ്ങൾക്ക് കാട്ടിത്തരാൻ വേണ്ടിയിട്ട് ഇപ്പോൾ എടുത്തു വെച്ചേക്കണ്ട കേട്ടോ. ഇതിനൊരു 390 ആട്ടോ ഇതിന്. അപ്പോൾ ഇത് കണ്ടില്ലേ, ഇതും എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. ഇത് ഇപ്പോൾ ബ്ലാക്ക് സാരിയോ അങ്ങനെയൊക്കെ ആണെങ്കിൽ അടിപൊളിയാവും. ഇതിനും ഇപ്പോൾ നല്ല മാച്ചിങ് കേട്ടോ, എനിക്കിഷ്ടമായി. ഇനി അടുത്തത് നമുക്ക് കണ്ടാലോ. ഇതിങ്ങനെ കേട്ടോ, ഏതെങ്കിലും ഇപ്പോൾ വേറെ വീഡിയോസിനൊക്കെ വേണം നമുക്ക് ഇങ്ങനെയും വെച്ച് കൊടുക്കാം കേട്ടോ. അപ്പോൾ വല്ല എന്തെങ്കിലും ഇപ്പോൾ വെറൈറ്റി വീഡിയോസോ കാര്യങ്ങൾ എന്തെങ്കിലുമൊക്കെ ചെയ്യണമെങ്കിൽ നമുക്ക് ഹെഡ് പീസായിട്ടും വെച്ച് കൊടുക്കാവുന്നതാണ് കേട്ടോ. കാരണം ഇത് കറക്റ്റ് ഇങ്ങനെ റൗണ്ട്, ചില നെക്ലസസും കാര്യങ്ങളൊക്കെ ഇടുമ്പോൾ കറക്റ്റ് പക്ക റൗണ്ട്, ഇത് അങ്ങനെയല്ല. ഇത് നമുക്ക് ഇങ്ങനെയൊക്കെ ഇതാക്കിയിടാം, ഉണ്ടോ അങ്ങനെ കേട്ടോ. ഇനി അടുത്തതെന്ന് പറഞ്ഞിട്ടുള്ളൊരു വെറൈറ്റി ആട്ടോ, ഒരു വെറൈറ്റി ആയിട്ടുള്ളൊരു നെക്ക് പീസാണ്. ഇത് കണ്ടോ, ഇതിങ്ങനെയാണ്. ഇത് വൈറ്റ് കളർ ഇങ്ങനെ പേൾ പോലെ ഇങ്ങനെ സ്റ്റോൺ വന്നിട്ട് ഇതിനാണെങ്കിൽ ഇങ്ങനെ ജുംക്ക വന്നിട്ടുണ്ട് കേട്ടോ. ഒരു പേളിൻ്റെ ഒരു ഇതുണ്ട് കേട്ടോ. ഇതെന്താ വെറൈറ്റി എന്ന് പറയാൻ കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇതിന് നമുക്ക് ബാക്ക് സൈഡ് ഇങ്ങനെയായിട്ടും യൂസ് ആക്കാൻ പറ്റും കേട്ടോ. കണ്ടോ, അപ്പം നമുക്ക് ഇതിന് ഒരു 390 തന്നെയാണ്. മിക്കതിനും ഒരു 350 390 ആ റേഞ്ചൊക്കെ ഉള്ളു കേട്ടോ. കണ്ടോ, നമുക്ക് ഡ്യുവലായിട്ട് യൂസ് ചെയ്യാൻ മതി. കണ്ടോ, ഇവിടെ വൈറ്റ് കളർ സ്റ്റോൺസും ഇവിടെ ഇത്. ബട്ട് ഇതിൻ്റെ ഇയറിങ്സിന് മാച്ചിങ്ങിൽ നമുക്ക് ആ പേളിൻ്റെ അതായത് വൈറ്റ് കളർ സ്റ്റോൺ, വൈറ്റ് കളർ പേൾ ഉള്ളതും നമുക്ക് യൂസ് ആക്കാൻ പറ്റും കേട്ടോ. അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മുടെ ഹോൾ വീഡിയോ. അപ്പോൾ നിങ്ങൾക്ക് ഏറ്റവും ഇഷ്ടമായിട്ടുള്ള ജ്വല്ലറീസ് ഏതാണ്, ഏറ്റവും നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുള്ളത് ഏതാണെന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യാൻ മറക്കല്ലേ കേട്ടോ. അപ്പോൾ ഇങ്ങനത്തെ പുതിയ പുതിയ കുട്ടി കുട്ടി വീഡിയോസ് ഞാൻ വരുന്നതായിരിക്കും. അപ്പോൾ ബൈ.